എത്ര ആദ്യത്തെ പോയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ച പറഞ്ഞ നുടാ ഇങ്ങനെ മുഖം മാറി നിങ്ങളെ നോക്ക് 24/7 നോക്കിയിരിക്കണല്ലേ. അപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടുത്തെ പറ്റിയിട്ടില്ല. ബിസിനസ് ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് 35 കിലോ കിട്ടും. പിന്നെ കയ്യിലേക്ക് 15 കിലോ എങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 40-45 കിലോ നമ്മളുടെ കയ്യിലേക്ക് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ദേഷ്യമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് ബാക്ക് സൈഡിലെ കുട്ടിക്ക് എനിക്ക് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ റോൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൻ്റെ എനിക്കറിയാത്ത ഞാൻ റോൾ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ദേഷ്യം വന്ന ടൈമിൽ മാത്രം ഞാൻ തെരി വിളിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒബ്വിയസ്ലി അത് നമ്മൾ മനുഷ്യന്മാരല്ലേ വരും. പക്ഷേ കൂടുതൽ റോൾ ബ്രേക്ക് ചെയ്യുന്ന ജസ്മിൻ ഗബ്രി റൂൾ ബ്രേക്ക് ചെയ്യും. മൈക്കാണ് പ്രശ്നം. മൈക്ക് മാറിയിട്ട് ജസ്മിനിക്ക് എപ്പോഴും മാറിയിട്ട് പോകും. സത്യം മനഃപൂർവ്വമായിട്ടല്ല, നമുക്ക് യൂസ് ത്രൂ ഇല്ലല്ലോ. ഇപ്പോൾ അത് നോക്കി 2 ദിവസം മുന്നേ ഞാൻ ഉറങ്ങുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ആ പാട്ട് പഠിച്ചിട്ട് ഞാൻ അപ്പം തന്നെ നോക്കി കട്ടിൽ സോറി ബിഗ് ബോസ് പറഞ്ഞത് അപ്പം തന്നെ എല്ലാവരും ചിരിച്ച്. സോ അത് നമ്മളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ബിഗ് ബോസിൻ്റെ റോൾ തെറ്റിക്കുന്ന ഏറ്റവും കൂടുതൽ ജസ്മിൻ ഗബ്രിയാണ് റോൾ തെറ്റി. ഈ ഗബ്രീനെ പലപ്പോഴും വഴക്ക് പറയുന്നത് ജാൻമണിനെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നീ ഫേക്ക് ആണെന്നുള്ള അല്ല, അത് ഒരു ടൈമിൽ മാത്രം. ഗബ്രി എൻ്റെ കൂടെ ഒരു നല്ല റിലേഷനാണ്. അതാ കഴിഞ്ഞിട്ട് അത്ര ഫൈറ്റിംഗ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 2 പേരെ കുക്കിങ്. ഞാൻ ഗബ്രിയുടെ വേണ്ടിയാണ് എന്താ പറയുക പോൺസ് റോസ്റ്റ് റെഡിയാക്കി കൊടുത്തത്. പലപ്പോഴും ഈ കണ്ടന്റുകൾ പുറത്തു പോകുന്നത് ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡും കൂടി പുറത്തുണ്ട്. അത് നിങ്ങളുടെ ഒരു നല്ല സൈഡ് കാണുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ? തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് എനിക്ക് തോന്നി എൻ്റെ നല്ല സൈഡ് വന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഞാൻ ഗബ്രി അത്ര വലിയ ഫൈറ്റിംഗ് ആയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ 2 പേരെ ചിരിച്ച് കളിച്ച് ഫുഡ് ഭക്ഷണം റെഡിയാക്കുന്നത്. കാരണം ഗബ്രിക്ക് എൻ്റെ കയ്യിലേക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടം. സോ അത്ര ഫൈറ്റ് ഉണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് അതപ്പം തന്നെ മനസ്സിലാവും. പട്ടിണി കഴിക്കാൻ ആഗ്രഹമില്ല. പക്ഷേ ആ സാധനങ്ങളും മീൻസ് നമ്മളിപ്പോൾ ഫൈറ്റിംഗ് ചെയ്യുന്ന മുന്നേ കഴിഞ്ഞിട്ട് ആ സാധനങ്ങളും ഞാൻ കണ്ടിട്ടില്ല. സോ അതിനാണ് എനിക്ക് കുറച്ച് നെഗറ്റീവ്. പക്ഷേ താങ്ക്സ് ടു ലൈക്ക് ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ ജെന്യുവൻ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. അറ്റ്ലീസ്റ്റ് അത് മനസ്സിലായി. രഞ്ജുമാരൊക്കെ നല്ല രീതിയിലൊരു ജ്യേഷ്ഠ പോലെ കാണുന്നതല്ലോ. അപ്പോൾ രഞ്ജുമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ജാൻമണി പലപ്പോഴൊക്കെ അത് വേണമായിരുന്നു ജാൻമണിക്ക് അങ്ങനത്തെ ഒരു സംസാരം. അല്ല, ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഇപ്പോൾ അമ്മാച്ചൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ക്യാരക്ടർ മാറാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ അങ്ങനെയാണ്. എനിക്ക് ദേഷ്യമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് ബാക്ക് സൈഡിലെ കുട്ടിക്ക് എനിക്ക് അറിയത്തില്ല. ഞാൻ മുഖത്തിൽ നോക്കി ഞാൻ പറയുന്ന എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഖത്തം. അതെപ്പോഴെങ്കിലും ഒരു വിനയായിട്ട് മാറിയിട്ടുണ്ടോ? ഈ മുഖത്ത് നോക്കി പറയുന്നത് എപ്പോഴെങ്കിലും ഒരു വിനയായിട്ട് മാറിയിട്ടുണ്ടോ? മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊരു ശത്രുത പുലർത്താനായിട്ട്? ഇല്ല, ആരുടെ കൂടെ അല്ല, വീട്ടിലെല്ലാവരുടെ കൂടെ എൻ്റെ ഒരു നല്ല റിലേഷൻ ഉണ്ട്. കാരണം ഞാൻ വന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും എന്നെ മിസ്. ആ ദിവസം ജസ്മിൻ ഗബ്രി ജാൻമണി പോയിട്ട് ഭയങ്കര ഒരു കളിയായി അല്ലേ. സോ ആ മിസ്സിങ് എല്ലാവരും ഉണ്ട്, എനിക്കും ഉണ്ടോ. കാരണം എനിക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ അല്ല എൻ്റെ വേണ്ടി. മൊത്തം ഫാമിലീസ് നമ്മൾ താമസിക്കുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് ബിഗ് ബോസ് തന്നെ ടാസ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് പുറത്തേക്ക് ഒരു സപ്പോർട്ട് പറഞ്ഞിട്ട് എനിക്ക് PR ടീം ഒന്നുമില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലെ ക്ലോസ് ആയിട്ട് ഇരിക്കണം ആ ടൈമിൽ. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് തന്നെ റോൾ റെഗുലേഷൻ പഠിച്ചിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അത് മൊത്തം ക്ലോസ് ആക്കി പോയി. സോ എനിക്ക് അതിനാണ് ബോട്ട് കുറവാണ്. പിന്നെ എൻ്റെ വേണ്ടി എൻ്റെ കാര്യങ്ങളും നോക്കുന്ന വേണ്ടി ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് മാത്രം നോക്കണം. ഇവിടെ വന്നതിന് ശേഷം ഒരു വീഡിയോ വൈറലായത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഞാൻ ഫ്ലൈറ്റിലാണ്. അതാ ബേസിക്കലി നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കുന്നത്. എനിക്കത് മനസ്സിലായില്ല. കാരണം ഞാൻ യമുന ചേച്ചി ഉണ്ട് ടൈമിൽ നമ്മൾ ഈ ലഗേജ് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഉണ്ടല്ലേ. കാരണം തുണി നമുക്ക് കിട്ടിയിട്ടില്ല, പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കണം. വീട്ടിലെ ആൾക്കാർ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ല തന്നെ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുത്ത് പോയി. ഈ കാർട്ടിന് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ആ കോസ്റ്റ്യൂംസ് എൻ്റെ മേലിലൊക്കെ ഒരു ടോപ്പിൻ്റെ താഴെ യൂസ് ചെയ്യുന്ന സാധനമില്ല. ഞാൻ അങ്ങനെയാണ് നടക്കുന്നത്. അതിന് മൊത്തം ത്രോല് ഡ്രസ്സിൽ. സോ ആ ടൈമിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു നോർമൽ ടോക്കാണ്. ഈ ഫസ്റ്റ് ബിസിനസ് ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് 35 കിലോ കിട്ടും. പിന്നെ കയ്യിലേക്ക് 15 കിലോ എങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 40-45 കിലോ നമ്മളുടെ കയ്യിലേക്ക് ഉണ്ടാവും. ട്രോളാക്കി അല്ല, അത് ഗബ്രി തിരിച്ച് അത് പിടിച്ചിട്ട് എനിക്ക് ചോദിച്ചു ജർമ്മനി ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്താൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അത് പിന്നെ ഫൈറ്റിംഗ് ആയി ടൈമിൽ നിങ്ങൾ ബിസിനസ് ക്ലാസ്സിലെ ആൾക്കാർ പറയുന്നത് ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞേ. ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. ഇപ്പോൾ അത് പോയി. കാരണം ഞാൻ ആ ടൈമിൽ പറഞ്ഞ ടൈമിൽ ദേഷ്യം വന്നിട്ട് പറഞ്ഞാണ് അതേക്കുറിച്ച് നെഗറ്റീവായി. പക്ഷേ ഉള്ള കാര്യമല്ലേ. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ പോലെ അല്ല, പണ്ട് ഇവിടെ ബിസിനസ് ക്ലാസ് പിന്നെ ഇക്കോണമി ക്ലാസ് ഇങ്ങനെ ഫ്ലൈറ്റിൽ ആ ഡിഫറൻസസ് ഉണ്ടോ? പണ്ട് ജെറ്റ് എവറേജ് പണ്ട് ഇപ്പോൾ വിസ്താരല്ലേ ഉണ്ടോ? സോ ദാറ്റ് ഈസ് നോട്ട് അവർ പ്രോബ്ലം. നോ, ഇഫ് സംബഡി ട്രോൾ ചെയ്യുന്നത് എന്താ പറയാ, ഓൾറെഡി കഴിഞ്ഞ പരിപാടിയാണ്.
അത് ജാൻമണിന് എനിക്കൊന്നും ബാക്ക്ഗ്രൗണ്ട് അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ 2 lakh വരെ സാലറി മേടിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് എൻ്റെ അറിയില്ല. അപ്പോൾ അത് ഇത്രത്തോളം ഈ ഇൻഡസ്ട്രി അല്ലല്ല അത് അഹങ്കാരമായിട്ടല്ല. ഞാനിപ്പോൾ തേർഡ് ക്ലാസ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് അത് ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞത്. പക്ഷെ അവർ ചെയ്ത കാര്യങ്ങളും നോക്കി മാത്രം നമുക്ക് അത്രയും പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ നമുക്കിപ്പോൾ തേടി വിളിക്കാൻ പറ്റിയിട്ടില്ല, പോയിട്ട് അടിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എത്ര മലയാളം അറിയോ ആ രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം എത്ര തേർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾ ഈ കാണിങ്ങനെയാണ് പറയുന്നത്. കാരണം നോക്കൂ, ഇപ്പോൾ ഇങ്ങനെ പോലെ ഒരു ഫ്ലോറിൽ മുട്ട ചല്ലി വച്ചിട്ട് ഇങ്ങനെ കൊടുത്ത് ക്ലീൻ ആക്കി പറയുന്നത്. ഒരാൾ ക്ലീനിങ് ചെയ്ത് ഒരാൾ ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ ഞാൻ എന്താ പറയാ, അങ്ങനെ ഒരാളെ അടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അടിക്കുന്നത് തെറ്റാണെങ്കിൽ അപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. ഇവർക്ക് പറ്റത്തില്ല. ഫിസിക്കൽ അസൾട്ട് നമുക്ക് ചെയ്യുന്നത് അത് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്സ്. നമുക്ക് എത്ര അഡിക്റ്റ് പോയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ച പറഞ്ഞിട്ട് നുട ഇങ്ങനെ മുഖം മാറി. സോ അതാണ് ലൈക്ക് ജാൻമണി അടിക്കുന്ന വേണ്ടി പോയി പറഞ്ഞിട്ട് വേറെ ഒരു ട്രോള്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് എൻ്റെ പ്രൊമോ പോവും. ആ കോമഡി ആരോ കണ്ടില്ല. ഒരാൾ ഇടിച്ചപ്പോൾ പലരും വിമർശനം വന്നത് അത് ബിഗ് ബോസിന് തടയായിരുന്നു, അല്ലെങ്കിൽ ആ സംഘർഷം അത് കൈവിട്ട് പോകേണ്ടതായിരുന്നില്ലെന്ന് പറയുന്നുണ്ടായി. അത് കുറേ ടൈം നമ്മളുടെ കുറേ ടൈം ദേഷ്യം, കുറേ ടൈം മനസ്സിലെ ഉള്ളിലേക്ക്. കാരണം ഒരു വീട്ടിൽ നമുക്ക് ഫോണില്ല, ഒന്നുമില്ല, ആരുടെ കൂടെ സംസാരിക്കാൻ പറ്റില്ല. മൊത്തം ആൾക്കാരെയാണ്, എല്ലാവരും പാർട്ടിസിപ്പൻ്റ് ആണ്. സോ ആരുടെ വീട്ടിലെ ആൾക്കാരെ അല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും വയലിൽ എത്ര ചെയ്തൊരു സാധനം പോയി കഴിഞ്ഞിട്ട് അതൊക്കെ പിടിക്കും. സോ അതാ എനിക്ക് ഈ തിരിച്ച് വന്നിട്ട് മനസ്സിലായി. ഈ കണ്ടന്റ് കൊടുക്കുന്നവരെ മാത്രം ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് പുറത്തിറങ്ങിയതിന് ശേഷം അകത്തുള്ളതിന് ശേഷം അത് തോന്നിയായിരുന്നു അങ്ങനെ ഒന്നുമില്ല. ചെയ്യുന്നു മറ്റുള്ളവരെ അങ്ങനെ ഒന്നുമില്ല. കാരണം അവിടെ കോണ്ടന്റ് കൊടുത്തില്ലാത്ത ആൾക്കാർ എത്ര ഇരിക്കുന്നത് ഇപ്പോൾ. ചുമ്മാ ഭക്ഷണം കഴിക്കുന്നത്, ബാത്റൂം പോകുന്നത്, മിണ്ടായിരിക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. സ്പെസിഫൈ ചെയ്യാൻ പറ്റുമോ അതാരാണ്? അതാ നിങ്ങളെ നോക്ക് 24/7 നോക്കിയിരിക്കണല്ലേ. ഇല്ല, സായി ഭയങ്കര ഗുഡാണ്. ഹീസ് എ വെരി ഗുഡ് പ്ലെയർ. ഹീസ് സൈലന്റ് പ്ലെയർ. ഈ അവസാനമായിട്ട് ചോദിക്കുന്നത് ഈ ജിൻഡോ ആയിട്ട് ഭയങ്കര ഒരു റിലേഷൻ ഉള്ള പോലെ തോന്നി. ഹീസ് ലൈക്ക് മൈ ഓൺ ബ്രദർ. ഐ ഗോട്ട് എൻ്റെ ചേട്ടൻ. ജിൻഡോന്റെ ഒരു പാവത്താൻ അല്ലെങ്കിൽ ഒരു പാവം ഹീസ് നോർമലി ആ പാവമാണ് ആള്. ഭയങ്കര അത് മറ്റുള്ളവർ അതിനെ ഒരു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ തോന്നിയിട്ടുണ്ട്? പല ടൈമിൽ. പക്ഷെ നോക്കാം.